നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നീ എന്താണ് രാവിലെ കഴിച്ചത്? ഓ, ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. എന്തു പറ്റി? 8 ചപ്പാത്തിയും 4 പുഴുങ്ങിയ മുട്ടയും കഴിച്ചപ്പോൾ തീരെ വിശപ്പില്ലാതായി. പിന്നെ എങ്ങനെ കഴിക്കാനാ? പാവം തക്കുടു, ഇനി എങ്ങനെ ഉച്ചയാവും? എനിക്ക് എന്തൊക്കെ കഴിച്ചാലും ഒരു വിശപ്പുമില്ല. അതെന്താ കിട്ടൂ, വല്ല അസുഖവുമാണോ? അതേടാ, പക്ഷേ ഈ അസുഖത്തിനൊരു മരുന്നുണ്ട്. എന്താ? നമ്മുടെ തമ്പൂനെ പിടിച്ച് വിഴുങ്ങിയാ മതി. എടാ തീറ്റ കൊതിയാ, ഡെയ്സി മാം പറഞ്ഞത് നീ മറന്നുപോയോ? നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. മാം അങ്ങനെയൊക്കെ പറയും. ഞാൻ ജീവിക്കുന്നത് എപ്പോഴും തിന്നാലോ എന്ന് ഓർത്തിട്ടാ. എന്നാ നീ പഠിത്തം നിർത്ത്, അത്രയും നേരം കൂടി തിന്നാലോ. എനിക്കിഷ്ടാ, പക്ഷെ പപ്പയും മമ്മിയും സമ്മതിക്കണ്ടേ. ഓ, ഇങ്ങനെയുണ്ട് ഒരു തീറ്റ കൊതിയൻ. ഞാൻ പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? എല്ലാ ക്ലാസ് റൂമിന്റെ ഡെസ്കിന്റെ മേളിൽ ഫുഡ് വെക്കണം. ഇറച്ചിയും പൊറോട്ടയും ബിരിയാണിയും ഫ്രൂട്ട്സും എല്ലാം വേണം. എന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും തിന്നണം. അപ്പോൾ നോട്ട്സ് എടുക്കണ്ടേ? എന്തിന്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് നോട്ട്സിന്റെ ആവശ്യമില്ല. അതിന് നീ തീറ്റയിലായിരിക്കുമല്ലോ ശ്രദ്ധിക്കുന്നത്. ഞാൻ പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യമില്ല. എന്നാൽ കലോത്സവ കമ്മിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്താലോ? എന്തപേക്ഷ? കായിക മത്സരത്തിന്റെ കൂടെ തീറ്റ മത്സരവും ഉൾപ്പെടുത്താൻ പറയണം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവന്റെ കൂടെ നടന്നാൽ നമ്മൾ ഭക്ഷണത്തെ വെറുത്തുപോകും. അയ്യോ, പേപ്പട്ടി ഓടിക്കോ. അയ്യോ,
നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആരോടെങ്കിലും പറഞ്ഞാലോ? അത് വേണ്ട. ഞാൻ ഡോക്ടറിനെ ഒന്ന് കണ്ടാലോ? നിന്റെ കാലിനിപ്പോ വേദനയുണ്ടോ? ഇല്ല, വേദനയൊന്നുമില്ല. പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നേ? എനിക്ക് പേടിയാവുന്നു. എടി മണ്ടി, നീ ഡോക്ടറെ കണ്ടാൽ നിന്നെ പട്ടി കടിച്ചെന്ന് എല്ലാരും അറിയില്ലേ? പ്രിൻസിപ്പൽ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയില്ലേ? അത് ശരിയാ. ഒരു ദിവസം അതിലേ പോയിട്ട് പട്ടി എന്നെ ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വോൺ ചെയ്തതാ. എന്റെ പപ്പയും പറഞ്ഞു നീ അതിലൂടെ പോയെന്നറിഞ്ഞ നിന്റെ കാല് തല്ലിയൊടിക്കുന്നു. നിന്റെ വീട്ടിലെറിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും അറിയും. വെറുതെ എന്തിനാ പൊന്നു ഞങ്ങള് തല്ലു കൊള്ളിക്കുന്നത്? എന്നാ വേണ്ട, വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. കുട്ടികളെ, നിങ്ങൾ ഡോക്ടറെ കണ്ടോ? ഇല്ല ടീച്ചർ. അതെന്താ? ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിന് ഫീസ് ഒന്നും കൊടുക്കണ്ട. അതല്ല ടീച്ചർ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മെഡിക്കൽ ചെക്കപ്പ് നടത്താറില്ല. വെരി ഗുഡ്. പൊന്നൂനെന്താ ഒരു ക്ഷീണം പോലെ? അത് ചെറിയൊരു തലവേദന പോലെ. കുട്ടി പോയി ഡോക്ടറെ കാണും. ഇപ്പോഴത്തെ തലവേദന എല്ലാം സൂക്ഷിക്കണം. ഇന്നലെ ഉറക്കം മൊഴിച്ചിരുന്ന് പഠിച്ചതാ ടീച്ചർ. അതെങ്ങനെ കിട്ടൂന്നറിയാം? പൊന്നു എന്നോട് പറഞ്ഞു. ശരി, വെയില് കൊള്ളണ്ട, ക്ലാസ്സിലേക്ക് പൊക്കോ. ശരി ടീച്ചർ. ശരി ടീച്ചർ. തമ്പു, എങ്ങോട്ടാ ഓടുന്നേ? സുന്ദരിയെ പട്ടി കടിച്ചു. ആമവൈദ്യരെ കാണിക്കാൻ കൊണ്ടുപോവാ. അതിനെന്തിനാ ഓടുന്നത്? പാമ്പൊന്നും അല്ലല്ലോ കടിച്ചത്. വിവരക്കേട് പറയാതെ കിട്ടൂ. കടിച്ചത് പേപ്പട്ടിയാണെങ്കിലോ? സുന്ദരി പേയിളകി ചാവില്ലേ? അതെ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞങ്ങൾ പോകട്ടെ. എന്നെ കടിച്ചതും പേപ്പട്ടിയാണെങ്കിലോ? എന്റെ അമ്മോ, പേപ്പട്ടി എങ്ങനെ കടിച്ചു എന്നറിഞ്ഞാ അതിലൂടെ പോയതിന് ഞങ്ങൾക്ക് അടിയുടെ പൂരയായിരിക്കും. അപ്പോൾ സുന്ദരിയെ അവളുടെ പപ്പയും അമ്മയും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവോ? മൃഗങ്ങളെ പോലെയാണോ മനുഷ്യര്? നീ പേടിക്കണ്ട പൊന്നു. ഞാൻ ചത്തുപോകുന്ന എന്റെ പേടി. എന്നെ പട്ടിക്കുട്ടി കടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ ചത്തുപോയോ? എന്നെ തേളും പഴുതാരയും കുത്തിയിട്ടുണ്ട്, പൂച്ചയും മാന്തിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ചത്തോ? നിനക്ക് ഞങ്ങളെ തല്ല് കൊള്ളിക്കണം നിർബന്ധമാണെങ്കിൽ നീ വീട്ടിൽ പോയി പറഞ്ഞോ. വേണ്ട, ഞാനായിട്ട് നിങ്ങളെ തല്ല് കൊള്ളിക്കുന്നില്ല. ഞാൻ ആരോടും പറയില്ല. മിടുക്കി. കൂട്ടുകാരായ ഇങ്ങനെ വേണം. പൊന്നു, നീ എന്താ നേരത്തെ കിടക്കുന്നത്? ഒന്നുമില്ല മമ്മി, ഞാൻ വെറുതെ കിടന്നതാ. നിനക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ലേ? ഞാൻ ചെയ്തോളാം മമ്മി. എന്നാ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട മമ്മി, വിശപ്പില്ല. ഈ പെണ്ണിനിത് എന്തു പറ്റി? നീയൊരു കാര്യം അറിഞ്ഞോ? എന്താ? നമ്മുടെ ജോർജിന്റെ മോളെ പാമ്പ് പിടിച്ചു. അയ്യോ, എവിടെ വെച്ച്? ഇന്നലെ രാത്രി അവള് അപ്പുറത്തെ വീട്ടില് സ്കൂൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തത് വാങ്ങാൻ പോകണമെന്ന് വാശി പിടിച്ച് കരഞ്ഞു. എന്നിട്ട് നേരം വെളുത്തിട്ട് പോയാ മതിയെന്ന് പറഞ്ഞിട്ട് അവള് കൂട്ടാക്കിയില്ല. അവക്ക് അപ്പൊ തന്നെ വാങ്ങണം. കുട്ടികളുടെ ഒരു വാശിയെ. പിന്നെ കരച്ചിലും ബഹളവും ആയപ്പോ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ജോർജ് പറഞ്ഞു. അത് കേട്ട പാടാ അവള് ഓടി. അന്നേരം എന്തോ പിടിച്ച് കടിച്ചതാ. എന്നിട്ട് അവള് വീട്ടിൽ പറഞ്ഞില്ലേ? ഇല്ലെന്നേ, വഴക്ക് പറയുമെന്ന് പേടിച്ച് മിണ്ടിയില്ല. മൂർഖനാ കടിച്ചത്. എന്റെ കർത്താവേ, അവൾ എന്തോന്ന് കൊച്ചാ. ഇപ്പോഴെന്താ അവസ്ഥ? സംഗതി സീരിയസാ. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. അയ്യോ, എനിക്കും അതുപോലെ എന്തെങ്കിലും സംഭവിക്കുവോ? എന്താ ചിരിക്കുന്നേ? നിന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ ഓർത്ത് ചിരിച്ചതാ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? മണ്ടത്തരമല്ലേ പൊന്നു നീ കാണിക്കുന്നത്? ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചെന്നാ പറയുന്നേ? നിന്നെ പട്ടി കടിച്ചത് പൂച്ച കണ്ടു. പൂച്ച കോഴിയോട് പറഞ്ഞു, കോഴി എന്നോട് പറഞ്ഞു. ഓ, പരദൂഷണ കമ്മിറ്റി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാനും ഈ വീട്ടിലെ ചോറ്
നിന്റെ വാക്കും കേട്ട് എന്റെ കൂട്ടുകാരെ തല്ലു കൊള്ളിക്കാനൊന്നും ഞാനില്ല. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പൂച്ചയുടെ വായി ചെന്ന് ചാടാതെ സൂക്ഷിച്ചാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കേട്ടോ. ഗുഡ് നൈറ്റ്. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നാം എല്ലാവരും ശിശുക്കളെ പോലെയാകണമെന്ന് യേശു പറയാനുള്ള കാരണം എന്താണ്? നിഷ്കളങ്കതയുടെ പ്രതിരൂപമാണ് ശിശുക്കൾ. നിഷ്കളങ്കമായ ഹൃദയങ്ങളിൽ പാപം വസിക്കുന്നില്ല. എന്നാൽ തന്നിലെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുന്ന കുട്ടികളും നമുക്കിടയിലുണ്ട്. അവർ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും മാതാപിതാക്കളിൽ നിന്നും മറച്ചുവയ്ക്കുന്നു. മാതാപിതാക്കളുടെ ചെറിയ ശിക്ഷയെ ഭയന്നാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ഒന്നോർക്കുക, ഉണ്ണീശോയുടെ മുമ്പിൽ അവർ വലിയ തെറ്റുകാരാണ്. നീ എന്താ പൊന്നു വല്ലാതിരിക്കുന്നത്? നമ്മളിപ്പോൾ കാണിക്കുന്നത് ചീത്ത കുട്ടികളുടെ സ്വഭാവമാണ്. ഹോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ചെല്ല്, ചെന്ന് നിന്റെ പപ്പയോടും അമ്മയോടും എല്ലാം തുറന്നു പറ. പൊക്കോ. അതാ നല്ലത്. ഞാൻ പറയും. പൊന്നു, ഇനി തല്ല് കിട്ടുന്നത് ആ വഴി പോയതിന് മാത്രമായിരിക്കില്ല. പിന്നെ ഈ വിഷയം പറയാതിരിക്കുന്നതിനും കിട്ടും. തല്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ കൈകൊണ്ടുള്ള അടിയല്ല. എന്റെ പപ്പയ്ക്ക് ദേഷ്യം വന്നാല് പപ്പ എന്നെ കെട്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്കാറ്. തക്കോട് പറഞ്ഞ ശരിയാ, കുറ്റക്കാര് ഞങ്ങളാവും. ഞങ്ങള് നിർബന്ധിച്ചിട്ടാണല്ലോ നീ വീട്ടിൽ പറയാഞ്ഞത്. ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ മുറിവുണങ്ങും. പിന്നെ ഒന്നും പേടിക്കാനില്ല. പക്ഷെ എന്റെ വീട്ടിലെ പല്ലി പറഞ്ഞത് ഞാൻ ചത്തുപോകുന്ന. പല്ലിയാണോ നിന്റെ ഫ്രണ്ട്? അല്ലല്ലോ, നീ അവനെ മൈൻഡ് ചെയ്യണ്ട. ശരി, ഞാനായിട്ട് നിങ്ങളെ തല്ലുകൊള്ളിക്കുന്നില്ല, വഴക്കും കേൾപ്പിക്കുന്നില്ല. വാ പോവാ. ഉണ്ണീശോയ്ക്ക് സ്തുതി. പപ്പേന്റെ ബെൽറ്റിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയേന്. ചിമ്പ, സുന്ദരിയെ പട്ടി കടിച്ചിട്ട് എന്തായി? അത് പേപ്പട്ടിയായിരുന്നു. കൃത്യസമയത്ത് ആമവൈദ്യന്റെ അടുത്ത് എത്തിച്ചുകൊണ്ടാ രക്ഷപ്പെട്ടത്. അതിന് പാമ്പ് കടിച്ചാലല്ലേ പെട്ടെന്ന് ചാവുന്നത്, പട്ടി കടിച്ചാലല്ലോ. മണ്ടത്തരം പറയില്ല ബെറ്റി. പട്ടി കടിച്ച 24 മണിക്കൂറിനുള്ളിൽ വാക്സിനേഷൻ കുത്തിവെച്ചില്ലെങ്കിൽ അപകടമാ. ഇനി പേടിക്കാനില്ല. നിന്നെ കടിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ശരിയാ. പൊന്നും തക്കടും എന്താ പെറുപിറുക്കുന്നത്? അല്ല ചിമ്പ, കടിച്ചത് പേപ്പട്ടിയാണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പേ ഇളകുവോ? ഇല്ലെന്നാ ആമവൈദ്യര് പറഞ്ഞേ. പക്ഷെ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ എപ്പോഴാ പേ ഇളകാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആമവൈദ്യരെ ഒന്ന് കണ്ടാലോ? അതാകുമ്പോ മറ്റാരും അറിയില്ല. സൂപ്പർ ഐഡിയ. ചിമ്പൻ ഞങ്ങളെ ആമവൈദ്യരുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകാവോ? എന്തിനാ? അത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ പട്ടി കടിച്ചു. അത് പേപ്പട്ടിയാണോന്ന് അറിയാനാ. നിങ്ങൾ എന്താ ചിരിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ടോ? മൃഗഡോക്ടർ മനുഷ്യരെ ചികിത്സിക്കാറുണ്ടോ? ഇല്ല, എന്നാലും വിവരം അറിയാലോ.
അങ്ങോട്ട് ചെന്നാ മതി, വിവരം അറിയൂ. നിങ്ങളുടെ കൂട്ടുകാരോട് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ. അത് പറ്റില്ല ചിമ്പ, ആരും അറിയാൻ പാടില്ല. അറിഞ്ഞ പ്രശ്ന. അയ്യേ, നിങ്ങൾ എന്ത് കൂട്ടുകാരാ? ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് സങ്കടമാകില്ലേ? ആ സങ്കടം ഒരു കാലത്തും മാറില്ല. അതിനേക്കാൾ വലുതാണോ പപ്പയും മമ്മിയും വഴക്ക് പറയുന്നത്? അതെ, മൃഗങ്ങളുടെ കാര്യം നോക്കിയാ മതി കേട്ടോ. മനുഷ്യരുടെ കാര്യം നോക്കിക്കോളാം. സത്യം പറയുന്നവന് വെടിയുണ്ട. എടാ മണിയാ, നീ എന്തിനാടാ കോഴിയോട് പറഞ്ഞു കൊടുത്തത്? ഞാനൊന്നും പറഞ്ഞില്ല. നുണ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും. എന്നിട്ട് വേണം കള്ളന്മാര് വന്ന് എന്റെ ചെവി മോഷ്ടിക്കാൻ. നീ വലിയ ചിരിയൊന്നും ചിരിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? നിന്നെ പട്ടി കടിച്ചില്ലേ? ഓ, ഒന്ന് പതുക്കെ, മമ്മ എങ്ങാനും കേട്ടാ പ്രശ്നാവും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ദാമോന് വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. പാവക്കുട്ടിയെ പോലെ ഇരുന്നൊരു പാവം പൂച്ചക്കുട്ടി. എന്നിട്ട് നിന്നെ കടിച്ച ആ ദുഷ്ടൻ അതിനെയും കടിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറയടാ. എന്ത് പറയാനാ, അത് ഇഹലോകവാസം വെടിഞ്ഞു. എന്ന് പറഞ്ഞാലെന്താ? ആ പൂച്ചക്കുട്ടി ചത്തുപോയെന്ന്. നീ വെറുതെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഒരു പൂച്ച പറഞ്ഞാലും പേടിക്കുന്നവളല്ലേ ഈ പൊന്നു. ചെറിയവര് പറഞ്ഞാലും ചെവിക്കൊള്ളണം പൊന്നു. നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ വെറുതെ പേടിക്കുന്നതാ. ഒരു നിസാര കാര്യത്തെയാണ് നിങ്ങളൊക്കെ പറഞ്ഞു വലുതാക്കുന്നത്. എന്റെ മീശയുടെ അത്രയും ഇല്ലാത്തൊരു തീപ്പെട്ടിക്കമ്പ് മതി ഒരു മല കത്തിക്കാൻ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഹായ് പൊന്നു. ദേ വരുന്നു പരദൂഷണക്കാരി. പരദൂഷണക്കാരിയോ? ഞാനോ? വേണ്ട വേണ്ട, ഈ മണിയന്റെ വാക്കു കേട്ട് നീ എന്തൊക്കെയാ പല്ലിയോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ പറഞ്ഞതായിപ്പോ കുഴപ്പം. നിനക്ക് വിവരമുണ്ടോടി കൊച്ചേ? ദേ, ഞാൻ കാല് മടക്കിയൊന്ന് തന്നാലുണ്ടല്ലോ നീ കൊക്ക കൊക്ക എന്നും പറഞ്ഞ് തെങ്ങിന്റെ ചോട്ടി പോയി കിടക്കും. പിന്നെ എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനാണല്ലോ നിങ്ങൾ എന്നെ വളർത്തുന്നത്. എന്നെ തിന്നാൻ വേണ്ടി അല്ലേടി നിങ്ങൾ എനിക്ക് തിന്നാൻ തരുന്നത്? അതെ, പോയി കേസ് കൊടുക്ക്. സത്യത്തില് കേസ് കൊടുക്കേണ്ടത് ആ കെട്ടൂന്റെയും ബെറ്റിയുടെയും തക്കുടൂന്റെയും പേരിലാ. അവരെന്ത് തെറ്റ് ചെയ്തു? അവരെ വഴക്ക് കേൾപ്പിക്കാതിരിക്കാനല്ലേ നീ പട്ടി കടിച്ച കാര്യം പുറത്തു പറയാഞ്ഞത്? അത് എന്റെ ഇഷ്ട. പപ്പയും മമ്മയും ഇത് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ രണ്ടാൾക്കും ഗേറ്റിന് പുറത്താ സ്ഥാനം. മറക്കണ്ട. ഒരു കണക്കിന് അവളതാരോടും പറയാതിരിക്കുന്നതാ നല്ലത്. അതെന്താണ് പാർവതി? ആരെങ്കിലും അവളെ കാണാൻ വന്നാ എന്നെ പിടിച്ച് കറി വെക്കില്ലേ? അതിനു മുമ്പ് നിന്നെ ഞാൻ പിടിച്ചു തിന്നാലോ? അമ്പട കള്ള, ചെക്കൻ്റെ ഒരു പൂതി. നീ സമ്മതമാണെന്നൊന്ന് മൂളിയാ മതി, ഞാൻ കൊന്നു തിന്നോളാം. ജീവിക്കാനുള്ള കൊതി കൊണ്ട് പറയുന്നതാ. എന്നെ കൊല്ലാതിരുന്നവിടെ. നിന്റെ സൗഭാഗ്യങ്ങൾക്കൊന്നും ഞാൻ എതിരി നിൽക്കുന്നില്ല. അവര് കടിച്ചു തുപ്പുന്ന എല്ലിൻ കഷ്ണങ്ങൾ തിന്ന് ഞാൻ തൃപ്തിപ്പെട്ടോളാം. വിഷ് യു ഗുഡ് ലക്ക്. എടാ ജോക്കി, എന്താ നീ എന്തിനാ പൊന്നുവിനെ കടിച്ചത്? അത് ചോദിക്കാ നീ ആരടാ? പൊന്നുവിന്റെ ബോഡി കാണോ? അവളെന്റെ ഫ്രണ്ടാടാ. എന്നാ വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. വാടാ. നീ ആ മരക്കൊമ്പിലേക്ക് നോക്ക്. എന്റെ അമ്മോ, കടന്നൽക്കൂട്. യോ, പൊന്നു മാത്രമല്ല അവരും എന്റെ ഫ്രണ്ട്സാ. യാസി, എന്താ ചേട്ടായി? എനിക്ക് ചിലപ്പോ നിങ്ങളുടെ സഹായം വേണ്ടി വരും. അതിനെന്താ ചേട്ടായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓ തെമ്മാടി ജോക്കിയെ കുത്തി മലർത്തണം. ആ, അത് ഞങ്ങൾ ഏറ്റു ചേട്ടായി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ ഞങ്ങൾ കുത്തിക്കൊന്നോളാം. ചതിക്കല്ലേ ചങ്ങാതി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കഴിച്ച കാര്യം അവൾ ഇതുവരെ അവളുടെ പപ്പേനോടും മമ്മീനോടും പറഞ്ഞിട്ടില്ല. ഓ ഗോഡ്, ഞാൻ പേപ്പട്ടിയല്ലേ ചങ്ങാതി. അവൾ എന്ത് ഇവരക്കടായി കാണിക്കുന്നത്? എല്ലാവരും നിനക്ക് പേ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അവള് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നീ തന്നെ പൊന്നൂനെ പോയി കാണണം. ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും ചങ്ങാതി? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നീട് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഇവൻ കൂത്ത് കിട്ടാതെ മര്യാദ പഠിക്കില്ലെന്നാ തോന്നുന്നത്. അതെ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കട്ടെ? അയ്യോ വേണ്ട, കുത്തിക്കൊല്ലരുതേ. എന്നാലേ പൊന്നൂനെ പോയി കാണാമെന്ന് നീ എനിക്ക് വാക്കുതടാ.
ഞാൻ പകലൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. രാത്രിയാ സഞ്ചാരം. നോണയാ, പകലല്ലാതെ രാത്രിയാണോടാ നീ പൊന്നൂനെ കടിച്ചത്? അത് അവൾ എന്റെ സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടല്ലേ. സാമ്രാജ്യം? നീ ആരടാ, ചക്രവർത്തിയോ? ചേട്ടായി, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചാലോ? ഇവൻ എന്നെ പേടിപ്പിച്ചു കൊല്ലും. ഞാൻ ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം. എന്താ? വെരി ഗുഡ്, അതാ നല്ലത്. വാക്കുമാറിയാലുണ്ടല്ലോ, നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ജാസിയും ഫ്രണ്ട്സും നിന്നെ തെരഞ്ഞു പിടിച്ച് കുത്തി മോർത്തും. നീ വെള്ളിമൂങ്ങയല്ല, സ്വർണ്ണമൂങ്ങയാ. തങ്കപ്പെട്ട മനസ്സുള്ള ചങ്ങാതി. ആ കിട്ടും പെറ്റിയും തക്കുടും നിന്നെ കണ്ട് പഠിക്കണം. മണിയടിക്കാതെ വേഗം പോടാ. ഞാൻ പോട്ടെ, രാത്രി യാത്രയില്ല. ഒന്ന് പോയടാ. ഓക്കെ ഓക്കെ. പൊന്നു 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 പൊന്നു. ഓ, നീയോ? നീ എന്തിനാ വന്നേ? എന്നെ ഇനിയും കടിക്കാനാണോ? സോറി പൊന്നു, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ കടിച്ചത്. നിനക്കെന്താ അസുഖം? ഞാൻ പേപ്പട്ടിയാ പൊന്നു. അയ്യോ, അപ്പോൾ അവരെല്ലാം പറഞ്ഞത് സത്യമാണോ? അതെ പൊന്നു, പക്ഷേ എനിക്ക് നിന്റെ കൂട്ടുകാരാണല്ലോ വലുത്. ഇനി ഞാൻ എന്ത് ചെയ്യും? നിന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല. എനിക്ക് പേടിയാവുന്നു. എനിക്ക് മരിക്കണ്ട. നിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. ചെയ്തു പോയ തെറ്റിന് പകരമായി നിനക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരൊഴുക്കുവാനേ എനിക്ക് കഴിയൂ. ഗുഡ് ബൈ. ഗുഡ് ബൈ പൊന്നു. ഗുഡ് ബൈ. പോലെ പോലെ. അയ്യോ, പോയോ? എന്റെ ഉണ്ണീശോയെ, തെറ്റാണോ ഞാൻ ചെയ്തത്? എന്റെ കൂട്ടുകാർക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി, തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം മറച്ചു വെച്ചത് തെറ്റാണോ? പറ ഉണ്ണീശോയെ, തെറ്റാണോ? ലിറ്റിൽ മിക്, നീ വന്നോ? ഉണ്ണീശോ പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയോ? ലിറ്റിൽ മിക്, നീ എങ്കിലും പറയും ഞാൻ ചെയ്തത് തെറ്റാണോ? പൊന്നു, ആ തിരുകുടുംബത്തെ നോക്കൂ. എന്താ പൊന്നൂന് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായോന്ന്? ദൈവത്തിന്റെ പുത്രനായ ഉണ്ണീശോ ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് ഭൂമിയിൽ വന്നത്. എന്നിട്ടും ഉണ്ണീശോ പൊന്നൂനെ പോലെ കുട്ടിയായിരുന്നപ്പോൾ എന്താ ചെയ്തത്? മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ അവരെ അനുസരിച്ച് ജീവിച്ചു. കണ്ടില്ലേ, യൗസേ പിതാവിന്റെയും മാതാവിന്റെയും നടുവിലാണ് ഉണ്ണീശോ നിൽക്കുന്നത്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഉണ്ണീശോ എന്നോട് ക്ഷമിക്ക്. പൊന്നു, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഉണ്ണീശോ നിനക്ക് സൗഖ്യം നൽകുന്നു. കൂട്ടുകാരെ, ചിറകുകൾ മുളയ്ക്കാത്ത പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തതുപോലെയാണ് ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികൾ തെറ്റുകൾ മറച്ചുവെക്കുന്നത്. ചിറക് മുളയ്ക്കാത്ത പക്ഷികൾ പറക്കാൻ ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടും. കുട്ടികൾ തെറ്റ് മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അത് മാതാപിതാക്കളോടും അധ്യാപകരോടും പങ്കുവയ്ക്കുക. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യാം മിഖായൽ. രഹസ്യങ്ങളില്ലാത്ത കുട്ടികളാണ് ഉണ്ണീശോയുടെ കൂട്ടുകാർ. പഠിച്ചു മുന്നേറുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord.